ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് റാഗി ദോശയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് ഈ റാഗിപ്പൊടി. അപ്പോൾ കൊണ്ടുവന്നതിൻ്റെ അന്ന് കുറച്ച് തേങ്ങയും ഉപ്പും ഒക്കെ ചേർത്ത് നമ്മൾ ദോശ ചുട്ടായിരുന്നു. ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. ഇത്രയും മോശമായൊരു സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് സാധാ ദോശ ചുട്ടിട്ട് എനിക്ക് എത്ര ടേസ്റ്റ് ആയിട്ടൊന്നും ഒരു ടേസ്റ്റും തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഇന്നലെ വൈകുന്നേരത്തെ ചിന്നു എന്ത് ചെയ്തെന്നോ ഇതിൽ കുറച്ച് ഉഴുന്നും കുറച്ച് റാഗിപ്പൊടിയും ആവശ്യത്തിന് ചോറും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ ദോശയ്ക്കാട്ടി വെക്കുന്ന പോലെ മാവാട്ടി വെച്ച് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ ദോശ ചൂടാനായിട്ട് ഞാനാണ് ആദ്യം മാവ് എടുത്തുകൊണ്ട് വന്നത്. അപ്പം ദോശയ്ക്കാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് വിട്ടേ പോയി. എൻ്റെ ഊഹം പെട്ടെന്ന് അപ്പമാണോ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് സോഡാപ്പൊടി അങ്ങ് ചേർത്ത് കഴിഞ്ഞ് ഇതിലിട്ട് ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു ഇവൾ ദോശയ്ക്കല്ലേ ആട്ടി വെച്ചതെന്ന്. പിന്നെ ഞാനതൊട്ട് അവളോട് പറയാനും പോയില്ല കേട്ടോ. പക്ഷേ ദോശ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി പോലെ ഇരുന്നേ. അതാ തൊടുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ദോശയെല്ലാം നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുത്ത് കേട്ടോ. സാധാരണ ദോശ ഉണ്ടാക്കിയിട്ട് വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും ഉഴുന്നൊക്കെ ചേർത്ത് ദോശ കേട്ടപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ ചേർത്തുള്ള അരിമാവിൽ ദോശ ചുടുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. അതേ ടേസ്റ്റ് ഇല്ലെങ്കിലും കൊള്ളാമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ലാസ്റ്റ് മാവ് ഞാനിതുപോലെ പ്ലാവില വെച്ചാണ് തൂത്തെടുത്തത് കേട്ടോ. നമ്മളിവിടെയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റാഗി ദോശയും മീൻ കറിയായിരുന്നേ. തലേ ദിവസത്തെ മത്തി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വറ്റിച്ചതും ദോശയായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മറിയയ്ക്കുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ട് അവരും റെസ്റ്റ് എടുക്കുകയാണ്. കുറേ നേരം കളിയായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്ലാൻ എന്തെന്നാണ് ഇവരൊക്കെ ആലോചിക്കുന്നത് കേട്ടോ. ഇവരൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് കേട്ടോ. ഇവരൊക്കെ വലുതായിക്കഴിഞ്ഞ് ഇവർ മൂന്നിനും പെൺകുട്ടികളാണ്. ഇനി ഇവരൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകും. അപ്പോൾ ഞാൻ ആലോചിക്കും ഇവരൊക്കെ ഇനി പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഒരാളെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിളിയാണ്. അപ്പോൾ ഇവർ വലുതായി കഴിയുമ്പോൾ പല പല സ്ഥലങ്ങളിലൊക്കെ പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. അപ്പോൾ അതാ ഇപ്പോൾ കിയമോൾ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ അവരുടെ അടുത്ത് കളിച്ചിട്ടൊക്കെ വന്നിട്ട് ബീട്രൂട്ടല്ല ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു മുട്ടയും കുറച്ച് കുരുമുളകും കൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുരുമുളകും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. അത് ഈ ചട്ടിയിലാകുമ്പോൾ മുട്ട പെട്ടെന്ന് കരിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാനില്ലേ അതിലാണെങ്കിൽ സൂപ്പറായിട്ട് കിട്ടിയാണ്. പക്ഷേ ഞാൻ പിന്നെ പാത്രം മാറ്റാൻ പോയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ചിന്നു ക്ലാസ്സിന് പോയിട്ട് വന്നപ്പോൾ എലൈറ്റിൻ്റെ ഒരു പായസ കിറ്റ് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. സത്യത്തിൽ ഈ ഒരു സാധനം എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഈ ഒരു പാക്കറ്റിന് 60 രൂപയാണ്. ഇതിൽ അണ്ടിപ്പരിപ്പൊന്നുമില്ല. ഇതിന് മുന്നേ നമ്മളൊരു വട്ടം വേറെ ഏതോ ബ്രാൻഡായിരുന്നു, അതിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ അങ്ങനെയുള്ളൊരു സാധനങ്ങളൊന്നുമില്ല. ഏലക്കയൊന്നും ഇല്ലായിരുന്നു. വെറുതെ ഈ പഞ്ചസാര ഈ അടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കവർ പാലാണ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ ഒരു കവർ പാലിൽ ചിലപ്പോൾ പകുതി വേവത്തേ ഉള്ളൂ. അതിന് മുന്നേ ഇത് പാൽ മൊത്തം വറ്റിപ്പോവും. മുമ്പ് എനിക്ക് അങ്ങനെ അബദ്ധം പറ്റി. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതങ്ങ് വേവിക്കാമെന്ന് കരുതി. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് മിക്സ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടൊരു 3 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്ന് വെന്തതിന് ശേഷം ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇവിടെ മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച പാല് പകുതി ഞാനിപ്പോൾ ഒഴിക്കുന്നുള്ളൂ. ബാക്കി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒഴിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ച് നോക്കിയിട്ട് ലാസ്റ്റ് ഒഴിക്കാമെന്ന്. പിന്നെ ഞാൻ മെനക്കെട്ടില്ല. എല്ലാ പാലും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് നന്നായിട്ട് കൈ തൊടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇതൊരുമാതിരി പാട കെട്ടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ പായസം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാം. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടായിരുന്നു. എന്നിട്ട് അതിനെ വെറുതെ പാത്രത്തിൽ വെച്ചൊന്ന് ചൂടാക്കിയതേ ഉള്ളൂ കേട്ടോ. നെയ്യിലിട്ട് വഴറ്റാൻ നിന്നില്ല. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.